അപ്പൊ അമ്മച്ചിയുടെ കഥ കഴിഞ്ഞ ഒരു കുട്ടി തമാശ കഥയായിരുന്നു. ഇനി അടുത്തത് പപ്പയുടെ കഥ. സീരിയസ് ആയിട്ടുള്ള കഥയുണ്ട്. നമുക്ക് വിഷമം തരുന്ന കഥയാണ്. ഞാൻ 5 പഠിക്കുമ്പോഴാണ് അത്. അപ്പൊ അന്ന് പാലക്കാട് ജംഗ്ഷനിൽ കടയുണ്ട്, അപ്പച്ചി കടയുണ്ട്. അപ്പച്ചിന്ന് മനസ്സിലായി. അപ്പൊ ഡെയിലി സാധനം മേടിച്ചിട്ട് വീട്ടിലേക്കുള്ള പലചരക്കും മീനൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോണത്. അപ്പൊ അന്ന് പഴയ ഇന്നത്തെ പോലെ അല്ല, ഒന്നിച്ച് വാങ്ങണവരൊന്നുമില്ല. അപ്പൊ ഡെയിലി അപ്പൻ്റെ പൈസ കിട്ടും, അതിൽ നിന്ന് വാങ്ങിയിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് മേടിച്ചിട്ട് പോകും. അപ്പോൾ ഈ തൊട്ടടുത്തൊരു ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ ഇന്നിങ്ങനെ പുതിയ ഐറ്റംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും, പലഹാരങ്ങളും ഇതൊക്കെ. അപ്പോൾ ജെംസ് ഇറങ്ങിയ കാലത്താണ്, ആദ്യമായിട്ടൊക്കെ ജെംസ് മിഠായി ഇറങ്ങുന്ന ടൈമാണ്. അപ്പോൾ കുറച്ചാളായിട്ട് നിന്ന് കണ്ടിങ്ങനെ കൊതി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പനോട് പറഞ്ഞാൽ നടക്കില്ല, പൈസ ഭയങ്കര കുറവല്ലേ. അന്ന് തന്നെ എന്തോ 1 രൂപ ഉണ്ട് ബേക്കറിൽ. അപ്പോൾ ഒരു ദിവസം ഞാൻ ബലം പിടിച്ചിട്ട് പറഞ്ഞേ, അപ്പോൾ എനിക്ക് ഇനി അടുത്ത ഒരു ദിവസം പറഞ്ഞു ഡേറ്റ്, ഞാൻ ഡേറ്റ് ഒന്നും ഓർക്കണില്ല, എനിക്ക് അന്ന് മേടിച്ചതിനോടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എന്ത് സാധനം ഞാൻ ജെംസ് മിഠായി. അങ്ങനെ അവിടെ പല സാധനം ഉണ്ടാവും, ഇതൊന്നും എൻ്റെ കാശ് വേണ്ടിണ്ടാവും മേടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഉള്ളിൽ ആഗ്രഹിച്ചിരിക്കണം. അപ്പം എന്തൊക്കെ പറഞ്ഞാൽ മേടിച്ച് തരുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ പറഞ്ഞ ദിവസം എത്തിയപ്പോൾ ഞാൻ അന്ന് ചെന്ന്, കഷ്ടകാലത്തിൽ അന്ന് ഭയങ്കര സെയിലും വളരെ മോശമായിരുന്നു. അപ്പൊ ഈ സാധനം വീട്ടിലേക്കുള്ള സാധനം മേടിക്കാൻ കാശില്ലാത്ത ടൈമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പം എനിക്ക് എന്തായാലും ഇന്ന് സാധനം മേടിച്ച് തന്നോട്ടാ, ജെയിംസ് മിഠായി ഇല്ലാണ്ട് ഞാൻ വീട്ടിലേക്ക് പോകില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അങ്ങനെ മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ തൊട്ടടുത്ത കടയിൽ കൊണ്ട് ഞാൻ ചെന്ന് ചോദിച്ചാൽ അവർ തരും, കാശ് കൊടുത്തില്ലെങ്കിലും സാധനം തരും. അപ്പൊ ഞാൻ അപ്പച്ചി ദേഷ്യത്തിലാണ് പറഞ്ഞെങ്കിലും എന്നോട് മേടിക്കാനാണല്ലോ പറഞ്ഞത്. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ച് പുള്ളി സാധനം എടുത്ത് തന്നു. ഞാൻ ഈ മിഠായി മേടിച്ച് കടയിൽ നിന്നിട്ടില്ല. പിന്നെ എനിക്ക് സാധനം മേടിക്കുന്ന കാര്യം പറയാനായിട്ട് ഭയങ്കര വിഷമം, കാരണം ഞാൻ മിഠായി മേടിച്ചല്ലോ ഓൾറെഡി. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പച്ചിപ്പോ സാധനമൊക്കെ മേടിക്കണ്ടേ, പലചരക്ക് സാധനം മീനൊക്കെ മേടിക്കുന്നത്, വീട്ടിൽ പോടാ എന്ന് പറഞ്ഞു. എന്നൊരു പേര് ഓർഡർ നാടി എന്ന് പറയും, വീട്ടിൽ പോടാ നാടി എന്ന് പറഞ്ഞു. ദേഷ്യത്തിൽ പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് ഭയങ്കര അവിടെ നിന്ന് തന്നെ കണ്ണൊക്കെ ഉരുണ്ട് വന്ന് അവരൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് വേഗം മിഠായി കൊണ്ട് വീട്ടിലേക്ക് കിടന്നു. വീട് തൊട്ട് കട തൊട്ട് വീട് വരെ കരഞ്ഞുകൊണ്ട് ഞാൻ വന്നത്. മിഠായി എനിക്ക് അങ്ങനെ ഉണ്ടല്ലോ, അതെ വിഷം കഴിക്കുമ്പോൾ വീട്ടിൽ വന്നപ്പോ അമ്മ സമാധാനിച്ച് അടുത്ത എന്തൊക്കെ ചെയ്ത് അന്നത്തെ പരിപാടിയൊക്കെ ഭംഗിയാക്കി. പക്ഷെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് മറക്കാൻ പറ്റില്ല. ജെയിംസ് മിഠായി കാണുമ്പോൾ ആദ്യം ഓർമ്മ ഇതാണ്. അമ്മച്ചിയുടെ ഒരു തമാശ കഥയായിരുന്നു. പപ്പയുടെ സങ്കടം 5ാം ക്ലാസ്സുകാരുടെ സങ്കടമാണ് പറഞ്ഞത്. 2ാം ക്ലാസ്സുകാരുടെ ഒരു കളിയാക്കല്, ഒരിത്തിരി വാശിയൊക്കെ വരും. ആ സമയത്ത് തമ്മില്ലെങ്കിൽ പിന്നെ ഒരു വാശി, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ തരാന്നും പറഞ്ഞ് ഇങ്ങനെ പറ്റിച്ചപ്പോഴത്തേക്കും ഇന്നത്തെ പിള്ളേർക്ക് ഞാൻ ഓർമ്മ ഇത് ഭാഗ്യമുള്ളവരാണ്. രണ്ടുപേരും വീട്ടിലെ ഇളയ മക്കളാണ്. ഇത് 7ാമത്തെ, ഇത് 8ാമത്തെ. ഓക്കെ, അപ്പൊ 2 പേർക്ക് ഒരുപാട് നന്ദി. അപ്പൊ എല്ലാവരും മനുമോളെയും മഞ്ജുകുട്ടീനെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നവരെ മനുമോളെ സപ്പോർട്ട് ചെയ്യണോട്ടാ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.